ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ മേളക്കുള്ള ടീമുകളെ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു. അഥവാ 48 സ്ലോട്ടുകളിൽ 42 രാജ്യങ്ങളും ടിക്കറ്റ് ഉറപ്പിച്ചിരിക്കുന്നു. നവംബർ ഇന്റർനാഷണൽ വിൻഡോക്ക് കൂടി തിരശ്ശീലയിടുമ്പോൾ ആരൊക്കെയാണ് യോഗ്യത ഉറപ്പിച്ചത്? ആർക്കൊക്കെ ഇനിയും കാത്തിരിക്കണം? ഓരോ വൻകരകളെയും വിശദമായി തന്നെ പരിശോധിക്കാം. ഏഷ്യക്ക് ലോകകപ്പിൽ 8 സ്ലോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ആ 8 സ്ലോട്ടും തീരുമാനമായി. ഇറാൻ, ജപ്പാൻ, ജോർഡൻ, ഉസ്ബെക്കിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, സൗത്ത് കൊറിയ. കൂടെ ഏഷ്യയുടെ കൂട്ടിൽ മുട്ടയിടുന്ന കുയിൽ ഓസ്ട്രേലിയയും. ഇതിൽ ജോർഡനും ഉസ്ബെക്കിസ്ഥാനും ആദ്യമായാണ് ലോകകപ്പിന് വരുന്നത്. ഖത്തർ രണ്ടാം തവണ. 2022 ആതിഥേയരായിട്ടാണെങ്കിൽ ഇക്കുറി അവർ കളിച്ചു തന്നെ യോഗ്യത നേടി. ഒരു പ്ലേ ഓഫ് സ്പോട്ട് കൂടി ഏഷ്യക്കുണ്ട്. യുടെ പ്രതീക്ഷകളെ അവസാന മിനിറ്റ് പെനൽറ്റി തകർത്തുകൊണ്ട് ഇറാഖാണ് ആ ടിക്കറ്റ് എടുത്തത്. ആഫ്രിക്കയിൽ നിന്നുമുള്ള ടീമുകളിൽ ഇക്കുറി വലിയ മാറ്റമുണ്ട്. ആഫ്രിക്കക്ക് 9 സ്ലോട്ടുകളാണ് കൊടുത്തിരുന്നത്. ആഫ്രിക്കയിൽ നിന്നും യോഗ്യത ഉറപ്പിച്ചവർ ആരൊക്കെയാണ് നോക്കാം. അൾജീരിയ, കേപ്പ് വെർഡെ, ഈജിപ്ത്, ഘാന, ഐവറി കോസ്റ്റ്, മൊറോക്കോ, സെനഗൽ, സൗത്ത് ആഫ്രിക്ക, ടുണീഷ്യ എന്നിവരാണ് വിശ്വവേദിയിൽ ആഫ്രിക്കൻ പതാക പാറിപ്പിക്കുക. ഒരു തരത്തിൽ പറഞ്ഞാൽ നോർത്ത് ആഫ്രിക്കയിൽ നിന്നും ലിബിയ അല്ലാത്ത എല്ലാ രാജ്യങ്ങളും ലോകകപ്പ് കളിക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്നുമുള്ളൊരു ഞെട്ടിക്കുന്ന എൻട്രി കേപ്പ് വെർഡെയാണ്. വെറും 5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഈ ദ്വീപ് രാജ്യത്തിൻ്റെ എൻട്രിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്ക 2010 ആതിഥേയരായ ശേഷം ആദ്യമായാണ് കളിക്കുന്നത്. ഐവറി കോസ്റ്റും അൾജീരിയയും 2014 ശേഷം ആദ്യമായാണ്. മറ്റു രാജ്യങ്ങളെല്ലാം സ്ഥിരം കേൾക്കുന്ന പേരുകളാണ്. പക്ഷേ ലോകവേദികളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന 2 രാജ്യങ്ങൾ അടുത്ത ലോകകപ്പിനുണ്ടാകില്ല. സൂപ്പർ താര സമ്പന്നമായ നൈജീരിയയും കാമറൂണും. കേപ്പ് വെർഡെയുടെ തേരോട്ടത്തിൽ കാമറൂൺ ഗ്രൂപ്പിൽ 2ാമതായി. നൈജീരിയക്ക് സൗത്ത് ആഫ്രിക്കയ്ക്ക് പിന്നിലാകാനായിരുന്നു വിധി. ഇരുവർക്കും പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെങ്കിലും കോങ്കോ അതും തകർത്തു. ആഫ്രിക്കയിൽ നിന്നും കോങ്കോയാണ് ഇന്റർ കോൺഫെഡറേഷൻ പ്ലേ ഓഫ് കളിക്കുക. സൗത്ത് അമേരിക്കയിലെ കാര്യങ്ങൾ നേരത്തെ തീരുമാനമായതാണ്. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അർജന്റീന, ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ, പരാഗ്വേ, ഉറുഗ്വായ് എന്നിവരാണ് ഡയറക്റ്റ് യോഗ്യത നേടിയത്. ബൊളീവിയ പ്ലേ ഓഫിലേക്കും യോഗ്യത നേടി. വെനസ്വേല, പെറു, ചിലി എന്നിവർ പുറത്തായി. കോൺകക്കാഫ് മേഖലയ്ക്ക് അഥവാ നോർത്തേൺ സെൻട്രൽ അമേരിക്കക്കും കരീബിയക്കുമായി 3 സ്ലോട്ടുകളാണ് കൊടുത്തിരുന്നത്. പനാമ, കുറസാവോ, ഹെയ്ത്തി എന്നീ 3 രാജ്യങ്ങളാണ് അവിടെ നിന്നും യോഗ്യത ഉറപ്പിച്ചത്. ഇതിൽ പനാമ 2018 ഹെയ്ത്തി 1974 മാത്രമാണ് ലോകകപ്പ് കളിച്ചിട്ടുള്ളത്. എന്നാൽ അതിലേറെ വാർത്തകളിൽ ഇടം പിടിച്ചത് കുറസാവോ എന്ന കുഞ്ഞൻ കരീബിയൻ ദ്വീപ് രാജ്യമാണ്. നെതർലൻഡ്സിന്റെ അധീനതയിലുള്ള ഈ രാജ്യത്തിന്റെ ആകെ ജനസംഖ്യ 1.5 ലക്ഷമാണ്. നമ്മുടെ ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ ജനസംഖ്യ പോലുമില്ലാത്ത ഈ രാജ്യം ലോകകപ്പ് കളിക്കുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യമെന്ന റെക്കോർഡും ഇട്ടിട്ടുണ്ട്. അതേസമയം കോസ്റ്ററിക്കയ്ക്ക് ഇക്കുറി യോഗ്യത ലഭിച്ചിട്ടില്ല. ജമൈക്കയും സുറിനാമും ഇന്റർ കോണ്ടിനെന്റൽ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. ഈ മേഖലയിൽ നിന്നുള്ള മെക്സിക്കോ, USA, കാനഡ എന്നിവർ ആതിഥേയരായി യോഗ്യത നേടിയെന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം. ഓഷ്യാനിയ മേഖലയിൽ നിന്നും ന്യൂസിലാൻഡ് നേരത്തെ യോഗ്യത ഉറപ്പിച്ചതാണ്. ഇനിയുള്ളത് യൂറോപ്പാണ്. ഏറ്റവും കൂടുതൽ സ്ലോട്ടുള്ള ഏറ്റവും ശക്തമായ ക്വാളിഫയിങ് ടീമുകളുള്ള മേഖല. 16 ടീമുകളാണ് UEFAയിൽ നിന്നും ലോകകപ്പ് കളിക്കുക. അതിൽ 12 സ്ലോട്ടും തീരുമാനമായിട്ടുണ്ട്. ഗ്രൂപ്പ് എ ചാമ്പ്യന്മാരായി ജർമ്മൻ, അലമാനിയ. ഗ്രൂപ്പ് ബിയിൽ നിന്നും 14 പോയിന്റോടെ സ്വിറ്റ്സർലാൻഡ്. ഗ്രൂപ്പ് സി ചാമ്പ്യന്മാരായി 28 വർഷത്തിനു ശേഷം സ്കോട്ട്ലാൻഡ് ലോകകപ്പിന് വരികയാണ്. ഗ്രൂപ്പ് ഡിയിൽ നിന്നും ആധികാരികമായി ഫ്രാൻസ്. ഗ്രൂപ്പ് ഇയിൽ നിന്നും സ്പെയിൻ. ഗ്രൂപ്പ് എഫിൽ നിന്നും ചാമ്പ്യന്മാരായി പറങ്കിപ്പട. ഗ്രൂപ്പ് ജിയിൽ നിന്നും 20 പോയിന്റുമായി നെതർലാൻഡ്സ്. ഗ്രൂപ്പ് എച്ചിൽ നിന്നും കരുത്തരായ ഓസ്ട്രിയ. ഗ്രൂപ്പ് ഐയിൽ നിന്നും ഹാളണ്ടിന്റെ നോർവേ. ഗ്രൂപ്പ് ജിയിൽ നിന്നും ബെൽജിയം. ഗ്രൂപ്പ് കെയിലാകട്ടെ ഒരു മത്സരം പോലും തോൽക്കാതെയും ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്യാതെയും ഇംഗ്ലീഷ് പട നേരത്തെ യോഗ്യത ഉറപ്പിച്ചു. ഗ്രൂപ്പ് എല്ലിൽ നിന്നും ക്രൊയേഷ്യയും ടിക്കറ്റ് എടുത്തു. അഥവാ 16 സ്ലോട്ടിൽ 12ഉം തീരുമാനമായി. 4 സ്ലോട്ടുകൾ കൂടി ബാക്കിയുണ്ട്. അതിനായി ഇനി നടക്കപ്പോറത് യുദ്ധം. ഗ്രൂപ്പിലെ മികച്ച 2ാം സ്ഥാനക്കാരായ 12 ടീമുകളും യുവേഫ നേഷൻസ് ലീഗിന്റെ മികച്ച റാങ്കിങ്ങിന്റെ ബലത്തിൽ 4 ടീമുകളുമടക്കം 16 ടീമുകളാണ് ആകെ മാറ്റിയെടുക്കുക. 4 തവണ ലോക ജേതാക്കളായ ഇറ്റലി, സൂപ്പർ താരങ്ങൾ ഏറെയുള്ള ഡെൻമാർക്ക്, തുർക്കി, പോളണ്ട്, വെയിൽസ് എന്നിവരെല്ലാം അവസരം കാത്തിരിക്കുകയാണ്. ഗ്രൂപ്പ് ബിയിൽ വെറും 2 പോയിന്റുമായി നാണം കെട്ട സ്വീഡൻ നേഷൻസ് ലീഗിന്റെ ബലത്തിൽ പ്ലേ ഓഫിന് ഇടം പിടിച്ചിട്ടുണ്ട്. ഈ 16 ടീമുകളെ ഫിഫ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പോട്ടുകളായി തിരിച്ചാണ് മത്സരങ്ങൾ. അതിൽ നിന്നും സെമിയും ഫൈനലുമെല്ലാം നടത്തിയാണ് 4 ടീമുകളെ തിരഞ്ഞെടുക്കുക. ഈ മത്സരങ്ങൾ മാർച്ച് മാസത്തിൽ നടക്കും. മറ്റൊരു പ്ലേ ഓഫ് കൂടി മാർച്ചിൽ നടക്കുന്നു. ഇന്റർ കോൺഫെഡറേഷൻ പ്ലേ ഓഫ്. ഇറാഖ്, കോങ്കോ, ന്യൂ കലഡോണിയ, ബൊളീവിയ, ജമൈക്ക, സുരിനാം എന്നീ 6 രാജ്യങ്ങളിൽ നിന്നും 2 ടീമുകൾക്ക് കൂടി യോഗ്യത നൽകും. ഇതിൽ ഫിഫ റാങ്കിങ്ങിൽ മുന്നിലുള്ള 2 രാജ്യങ്ങൾ നേരിട്ട് ഫൈനലിലെത്തും. ഈ 2 രാജ്യങ്ങളോട് ഏറ്റുമുട്ടാനായി മറ്റു 4 ടീമുകൾ സെമി കളിക്കും. ഇതിലെ വിജയികളും റാങ്കിങ്ങിൽ മുന്നിലുള്ള ടീമുകളും ഫൈനലിൽ ഏറ്റുമുട്ടും. 2 ഫൈനലിലെയും വിജയികൾ യോഗ്യത ഉറപ്പിക്കും. ഇതും മാർച്ച് മാസത്തിലാണ് അരങ്ങേറുക.
അപ്പോൾ ടീമുകളും തീരുമാനമായി. ഇനി കാത്തിരിപ്പിന്റെ ദിനങ്ങൾ.